ആഗോള അയ്യപ്പ സംഗമത്തിന് SNDP നൽകുന്ന പിന്തുണ BJPയെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഈഴവ വോട്ടുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി ധ്രുവീകരിക്കപ്പെടുമെന്നാണ് BJP മുന്നിൽ കാണുന്ന പ്രതിസന്ധി. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി തുടർച്ചയായി വെള്ളാപ്പള്ളി രംഗത്തെത്തുന്നതിലും BJPയിൽ അമർഷമുണ്ട്. വിവരങ്ങളുമായി VS രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങളെയും കഴിഞ്ഞ ദിവസത്തെ ആഗോള അയ്യപ്പ സംഗമത്തിലെ സാന്നിധ്യത്തെയും ഒക്കെ BJP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? റോഷ്നി, കേരളത്തിലെ വലിയൊരു സാമുദായിക വോട്ട് ബാങ്കാണ് SNDP. ഈഴവ സമുദായം എന്ന് പറയുന്ന 25% വോട്ടുകൾ ഈഴവ സമുദായത്തിൻ്റെതായിട്ടുണ്ട്. ആ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് ഒരു നല്ല ശതമാനം വോട്ട് BJPക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്നു. അത് സാധാരണഗതിയിൽ CPMലേക്ക് ധ്രുവീകരിക്കപ്പെടുന്ന വോട്ടുകളാണ്. അതിലൊരു നല്ല ശതമാനം BJPക്ക് കിട്ടിയിരുന്നു. ആ വോട്ടുകൾ തിരിച്ചു പോകുമോ അല്ലെങ്കിൽ ആ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് BJP ഇപ്പോൾ മുന്നിൽ കാണുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി CPM അനുകൂല പ്രസ്താവനകൾ നടത്തുന്നു, സർക്കാരിന് അനുകൂല പ്രസ്താവന നടത്തുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുകൂലമായ പ്രസ്താവന നടത്തുന്നു. അതിനൊക്കെ ശേഷം ഈ അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം കടന്നു വരുന്നു. മുഖ്യമന്ത്രി ഭക്തനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ശബരിമല വിഷയത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറി CPMും സർക്കാരും അവരുടെ നിലപാടുകൾ തിരുത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ ആർജിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രസ്താവനകളും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ, CPMനെതിരെ ഉണ്ടായിരുന്ന എല്ലാ ചീത്തപ്പേരുകളും മായ്ച്ചു കളയത്തക്ക രീതിയിലുള്ള പ്രസ്താവനകൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുണ്ടാവുന്നു. ഇതെല്ലാം സ്വാഭാവികമായിട്ടും BJP ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കാരണം ഈഴവ വോട്ട് ബാങ്ക് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നായർ വോട്ട് ബാങ്കും അതുപോലെ തന്നെ BJP പ്രതീക്ഷിക്കുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കും ഒക്കെ BJPയെ പിന്തുണച്ചാൽ പോലും ഈഴവർ കൈവിട്ടാൽ അത് പലയിടങ്ങളിലും BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും. BDJS ഒക്കെ BJPയെ പിന്തുണയ്ക്കുന്നത് BJPയുടെ വോട്ട് ബാങ്കിൽ വലിയ വർധനയുണ്ടാക്കിയിരുന്നു. ആ BDJSന്റെ പിന്തുണ ഉണ്ടെങ്കിലും SNDP ഇത്തരത്തിൽ CPMന് അനുകൂലമായി ഒരു N ബ്ലോക്കായി മാറി നിന്നാൽ ആ BDJSന്റെ പിന്തുണ കൊണ്ടും BJPക്ക് ഒരു ഗുണവുമില്ലാത്ത കാര്യമാവും. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ കണ്ട് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കാണുക, തുടർച്ചയായി ഇത്തരത്തിൽ നടത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുക എന്നുള്ളതൊക്കെയാണ് BJP ഇപ്പോൾ മുന്നിൽ കാണുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ BJPക്കകത്തും അമർഷം പുകയുകയാണ്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.